വൈദ്യുതി മന്ത്രി അഡ്വക്കേറ്റ് സണ്ണി ജോസഫിന് കണ്ണൂർ DCCയിൽ ഉജ്ജ്വല സ്വീകരണം. മന്ത്രിസ്ഥാനം ഏറ്റെടുത്ത ശേഷം ആദ്യമായി കണ്ണൂരിലെത്തിയ സണ്ണി ജോസഫിന് DCCയിലാണ് സ്വീകരണം നൽകുന്നത്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. കേരളത്തിന്റെ വൈദ്യുതി പാർലമെന്റ് കാര്യമന്ത്രിയായി നിയമിതനായിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഇവിടെ ഒരുക്കിയിരിക്കുന്ന ഒരു ഉത്സവമായ ഒരു സ്വീകരണ പരിപാടിയാണ്. ഞങ്ങൾ ഉദ്ദേശിച്ച് ഞങ്ങളൊരു റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ അത് വേണ്ട, നമുക്ക് ആഫീസിൽ ഒത്തുചേരാം, അതൊരു സ്വീകരണമായിട്ട് വേണ്ട, നമ്മളെ നേതാക്കന്മാരെയുമായി ഒരു ഒത്തുചേരൽ നടത്താമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു സംഗമം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെയൊക്കെ ഏറെ ബഹുമാനനായ മുൻ KPCCയുടെ പ്രസിഡന്റും അതുപോലെ തന്നെ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി മെമ്പറും കണ്ണൂരിന്റെ MP-യുമായിട്ടുള്ള ശ്രീ K. സുധാകരൻ MP അവിടെയാണ്. അദ്ദേഹം ഏതാനും നിമിഷങ്ങൾ കൊണ്ട് ഇവിടെ എത്തിച്ചേരുന്നതാണ്. നമ്മുടെ ചടങ്ങ് ആരംഭിക്കുകയാണ്. ഒരു മിനിറ്റ് എല്ലാവരും നമുക്കൊരു മൗനം. നേതാക്കന്മാരെ, പ്രിയമുള്ള സഹപ്രവർത്തകരെ, മാധ്യമ സുഹൃത്തുക്കളെ, മനോജ്, മന്ത്രിസ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം കണ്ണൂരിലെത്തിയ അഡ്വക്കേറ്റ് സണ്ണി ജോസഫിന് ഉജ്ജ്വല സ്വീകരണമാണ് DCC ഒരുക്കിയിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച മറ്റു വിവരങ്ങൾ? കൃഷ്ണേന്ദു, മന്ത്രിസ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം ഇന്നലെയാണ് മന്ത്രി സണ്ണി ജോസഫ് കണ്ണൂരിലേക്ക് എത്തിയത്. ഇന്നലെ വിമാനത്താവളത്തിൽ പ്രവർത്തകർ ഉജ്ജ്വല സ്വീകരണം നൽകിയിരുന്നു. അതിനുശേഷം അദ്ദേഹം വീട്ടിലേക്ക് പോയി. ഇന്ന് ആദ്യത്തെ പരിപാടി, കണ്ണൂരിലെ ആദ്യത്തെ പരിപാടി എന്നുള്ള രീതിയിലാണ് അദ്ദേഹം കണ്ണൂർ DCC ആസ്ഥാനത്ത് എത്തിയിട്ടുള്ളത്. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജിന്റെ നേതൃത്വത്തിൽ ഉജ്ജ്വല സ്വീകരണമാണ് വൈദ്യുതി മന്ത്രി അഡ്വക്കേറ്റ് സണ്ണി ജോസഫിന് ഇപ്പോൾ നൽകി വരുന്നത്. കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട
നേതാവ് KPCC പ്രസിഡന്റ് ആയ സണ്ണി ജോസഫ് മന്ത്രി പദത്തിലേക്ക് എത്തിയപ്പോൾ അത് കോൺഗ്രസ് പ്രവർത്തകർക്കുണ്ടാക്കിയ ആഹ്ലാദം ചെറുതല്ല. കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള ഏക മന്ത്രിയാണ് സണ്ണി ജോസഫ്. വൈദ്യുതി വകുപ്പാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ വലിയ ഉത്തരവാദിത്വം അദ്ദേഹത്തെ തേടി എത്തിയിരിക്കുകയാണ്. KPCC പ്രസിഡന്റ് സ്ഥാനം അദ്ദേഹം ഏതാനും ദിവസങ്ങൾക്കകം തന്നെ ഒഴിയും, പുതിയ പ്രസിഡന്റ് വരും. എന്തായാലും മന്ത്രി എന്നുള്ള രീതിയിൽ ഭാരിച്ച ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ KPCC പ്രസിഡന്റ് സ്ഥാനം കൂടി ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിയില്ല എന്നതുകൊണ്ടാണ് ഈ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് AICCയോട് സണ്ണി ജോസഫ് തന്നെ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നതാണ്. എന്തായാലും ഉജ്ജ്വല സ്വീകരണമാണ് ഇപ്പോൾ കണ്ണൂരിൽ DCC ആസ്ഥാനത്ത് സണ്ണി ജോസഫിന് ഇപ്പോൾ നൽകി വരുന്നത്. കൃഷ്ണേന്ദു.